ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി നരൻ പറഞ്ഞ ആ കല്യാണത്തിന്റെ കരാറിൽ ഒപ്പുവെക്കുകയാണ്. അങ്ങനെ ഒരു വർഷത്തിന് വേണ്ടി നിങ്ങളുടെ ഭാര്യയായി ഇരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ള കരാറിലാണ് അവൾ ഒപ്പുവെക്കുന്നത്. അപ്പം തന്നെ ആവശ്യപ്പെട്ട പൈസ മുഴുവനും അവൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മാത്രം അറിയുന്ന ഒരു രഹസ്യ എഗ്രിമെന്റ് തന്നെയാണ്. അതിനുശേഷം അവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് കാവേരി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവൾ ഓടിച്ചെല്ലുകയാണ്. അവിടെ എത്തുമ്പോൾ നിളയുടെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർമാര് ആംബുലൻസ് വരെയും വിളിക്കാൻ പോവുകയാണ്. വിളിച്ച് ആ കുട്ടിയെ എത്രയും വേണമെന്ന് ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ ആവശ്യപ്പെടുകയും തന്നെയല്ല, ഈ ഹോസ്പിറ്റലിൽ വെച്ച് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റലിന് അത് പേരുദോഷമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോയിക്കോളാനൊക്കെയാണ് ഡോക്ടർമാരും പറയുന്നത്. അങ്ങനെ എല്ലാവരും കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കുകയാണ്. ആ സമയത്താണ് കാവേരി ഓടിയെത്തുന്നത്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, കാവേരി ഇവിടെ നിന്ന് നിളമോളെ കൊണ്ടുപോയിക്കോളാന്ന് പറയുന്നത്. ആംബുലൻസ് വരെ എന്തേ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ന് ചോദിക്കുന്നുണ്ട്. പൈസ ഇല്ലാതെ അവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല, ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ കൊണ്ടുപോകാനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ പൈസയൊക്കെ ഉണ്ട്, ഇതേ പൈസ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കാവേരി പൈസ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് അമ്മ സമാധാനമായി, പൈസ കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും വിനീത് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവൾക്ക് കാവേരിക്ക് എവിടെ നിന്ന് ഇത്ര അധികം പൈസ ഇത്രയും സമയം കൊണ്ട് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാവേരിയോട് ചോദിക്കുകയും ചെയ്യുകയാണ് വിനീത്. അപ്പൊ പറയുന്നുണ്ട്, വിനീതേട്ടാ അതൊക്കെ ഞാൻ പിന്നെ പറയാം, എന്തായാലും വാ നമുക്കിത് പൈസ അവിടെ കൊണ്ട് കെട്ടാം, മോളുടെ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് വിനീതും കാവേരിയും കൂടി ചെന്ന് അവിടെ റിസപ്ഷനിൽ പൈസ ഒക്കെ കെട്ടി അവര് വേണ്ട കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ഇനി സർജറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരുങ്ങുകയാണ് എല്ലാത്തിനും വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ അകത്ത് ഓപ്പറേഷൻ നടക്കുകയാണ്. അതേ സമയത്ത് പുറത്താണെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കാവേരിയോട് വീണ്ടും വിനീത് ചോദിക്കുകയാണ്, കാവേരി നീ എങ്ങനെ ഈ പൈസ സംഘടിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. പറയാൻ വിനീതേട്ടാ, സമാധാനപ്പെടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലൻസ് പൈസ അവിടെ ഹോസ്പിറ്റലിൽ അടച്ചതിന് ശേഷം ബാലൻസ് പൈസ അമ്മയുടെ കയ്യിൽ, ശാരദയുടെ കയ്യിൽ കൊടുക്കുകയെന്നുണ്ട്. ദേ അമ്മ ബാക്കി പൈസ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിനീതിന്റെ ചോദ്യത്തിന് വിനീതിനെ മാറ്റി നിർത്തിയിട്ട് കാവേരി പറയുന്നുണ്ട്, അത് പിന്നെ വിനീതേട്ടാ പൈസയുടെ ആവശ്യം വന്നപ്പോൾ എനിക്കൊരു സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, കോളേജിന്റെ ഗ്രൂപ്പൊക്കെ, അവിടെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ അവര് എല്ലാവരും കൂടി കളക്ട് ചെയ്ത് എനിക്ക് തന്നതാണ് ഈ പൈസ എന്ന് പറയുന്നുണ്ട്. ഇത്ര അധികം പൈസയോ എന്ന് ചോദിക്കുകയാണ് വിനീത്. അവരൊക്കെ അത്യാവശ്യം നല്ല ക്യാഷ് ടീമാണ്. പിന്നെ തന്നെയല്ല, എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ഒരു ചാരിറ്റി നടത്തുന്നുണ്ട്, അതിൽ നിന്നൊക്കെ പൈസ എനിക്ക് വന്ന് അങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ വിനീത് അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണല്ലോ വിനീത്. അപ്പം അത് വിശ്വസിക്കുകയാണ്. വിനീത് പറയുന്നുണ്ട്, സമാധാനമായി, എന്തായാലും മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, അത്യാവശ്യ സമയത്ത് പൈസ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ സമാധാനമായി എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. ഒരു കുഴപ്പവുമില്ല, കുട്ടിയുടെ ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ടുണ്ട്, യാതൊരു തരത്തിലുള്ള പേടിയും വിചാരിക്കില്ല, എന്തായാലും 1-2 ആഴ്ച ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ കയറി കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കയറി കാണാനൊന്നും പറ്റില്ല, 3-4 ദിവസം എന്തായാലും ICU തന്നെയാണ്. വലിയ ഡോക്ടേഴ്സൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാതും നല്ല കൃത്യമായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശാരദ ദൈവത്തിന് വിളിച്ചിട്ട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ്. അപ്പോഴാണ് കാവേരിയുടെ മനസ്സിലോട്ട് ആ ഒരു കാര്യം, ഇതുവരെയും കാവേരിയുടെ മനസ്സും തലയും ഒക്കെ ഈ ഒരു ഓപ്പറേഷന്റെ കാര്യത്തിന് വേണ്ടി പുകയുകയായിരുന്നു. അങ്ങനെ നമ്മുടെ നരൻ പറഞ്ഞ അവൾ ഒപ്പിട്ട കരാറിനെ കുറിച്ചും നരൻ പറഞ്ഞ വാക്കുകളെ കുറിച്ചൊക്കെ അവളിങ്ങനെ ആലോചിച്ചു പോകുന്നുണ്ട്. അവൾ എന്തായാലും അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ കരയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആരും കാണാതെ കരയുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ നരന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നല്ല സമരത്തിൽ തന്നെയാണ്, ഇവൻ കല്യാണം കഴിക്കാത്തതിന്റെ പേരിലും. അപ്പോൾ ഇവനോട് പിണങ്ങൊക്കെ ഇരിക്കുന്നുണ്ട്. നരൻ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ സങ്കടം ഞാൻ കല്യാണം കഴിക്കാത്തല്ല, ശരി സമ്മതിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറ് തന്നെയാണ്, അപ്പോൾ നീ വെറുതെ പറയുന്നതാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ
അല്ല മുത്തശ്ശി, സത്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോ നിങ്ങൾ പെൺകുട്ടിയെ തെരഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഗായത്രി അടക്കം അംബികാമ്മ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഏതാ പെൺകുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, നമ്മുടെ വീട്ടില് വാടകയ്ക്ക് വന്നിട്ടുള്ളതില്ലേ, അപ്പുറത്തെ ആ പെൺകുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലേത് അവിടെ 2-3 കുട്ടികളുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ലടാ, നീ അതിന് അവരുമായിട്ട് നീ അവരായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടോ? അവരാകെ 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്, അപ്പോഴേക്കും നീ എങ്ങനെയാ ആ 2ാമത്തെ കുട്ടിയില്ലേ, എന്താ കാവേരി, അതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരി. അപ്പോഴാണ് നമ്മുടെ ഗായത്രി ആ ഒരു സംഭവം ഓർക്കുന്നത്. അതായത് നരന്റെ കാറിൽ ഇവളിങ്ങനെ കാവേരി കയറിപ്പോകുന്നത് ഗായത്രി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവളിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങളൊരു കാര്യം കല്യാണം ആലോചിച്ച് അവിടേക്ക് ചെല്ലണം, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, ഇപ്പൊ വേണ്ടടാ, അത് അവിടുത്തെ ആ കുട്ടി ഹോസ്പിറ്റലിലല്ലേ, അതൊക്കെ കഴിയട്ടെ, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പെണ്ണ് ചോദിക്കാം, അങ്ങനെയാണ് നിങ്ങൾ എന്ത് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നരന്റെ ഈ തിരക്ക് കാണുമ്പോൾ ഇവർ ആകാന്തം വിട്ടു പോകുന്നുണ്ട്. നരൻ എന്താ തിരക്ക് പിടിക്കണേന്ന് വെച്ചാല്, അവൾ എന്നാണോ ആ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് അന്ന് മുതൽ അടുത്ത കൊല്ലം അതേ ഡേറ്റ് വരെയാണ് ഇവര് തമ്മിലുള്ള ആ ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കാന്നുള്ള ഒരു അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ. അപ്പൊ ആ അഗ്രിമെന്റ് ഇങ്ങനെ കാലയളവ് കുറച്ചല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ തിരക്ക് പിടിക്കുന്നത്. എന്തായാലും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ പറഞ്ഞാൽ ഇനിയിപ്പോ അവന്റെ മനസ്സ് മാറണ്ട, നമുക്ക് എന്തായാലും പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരൊരു തട്ടില് കുറെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ കാവേരി ഹോസ്പിറ്റലിലാണ്, പിന്നുള്ളവരൊക്കെ യമുന ഇല്ല അവിടെ, ബാക്കി അച്ഛമ്മയും അതുപോലെ ഗംഗയും വിനീതും അവിടെയുണ്ട്, പിന്നെ ശാരദയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചിട്ട് ഗായത്രിയും അതുപോലെ അച്ഛമ്മയും നമ്മുടെ മുത്തശ്ശനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഇവരെ കയ്യിൽ തട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരെന്താണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയം ഇവർ പറയാണ്, അതെ ഞങ്ങൾ നരേനെ കുറിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, അവനെ പറ്റിയിട്ട് അവൻ ഈ കാണുന്ന സ്വത്ത് മുതലൊക്കെ അവനുള്ളതാണ്, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടത്തെ കുട്ടി കാവേരി ഉണ്ടല്ലോ, ആ കാവേരിയുമായിട്ട് എൻ്റെ നരനെ വിവാഹം ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്ന് പറയുന്നത് കേട്ട് ശാരദ ഞെട്ടിപ്പോകുന്നു. ശാരദ അല്ല, അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. കാരണം കാവേരിയും നരനും കാവേരിക്കാണെങ്കിൽ നരനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും, അപ്പോൾ ശാരദ പറയുന്നുണ്ട്, വേണ്ട, ഇങ്ങനെ ഒരു വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, എൻ്റെ മോനെ എൻ്റെ പേരക്കുട്ടിക്ക് നിങ്ങളുടെ ഇവിടുത്തെ കാവേരിയെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവരും ഞെട്ടിപ്പോവാണ്, ഇഷ്ടമോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാരദ പറയുന്നത്, വേണ്ട അംബികാമ്മേ, അത് ശരിയാവില്ല, കാരണം അപ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണൊക്കെ തരേണ്ട കാര്യത്തിനാണോ, കല്യാണ ചെലവൊക്കെ ആലോചിച്ചിട്ടാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇതൊന്നും ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം ശരിയാവില്ല. അതുപോലെ തന്നെ ഗംഗയും പറയുന്നുണ്ട്, വേണ്ട അതൊന്നും ശരിയാവില്ല, അവളോട് ഒന്നാമത് അവൾക്ക് നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ, ഞങ്ങളൊരു മറ്റൊരു കല്യാണത്തിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ പോകുന്നത്, അതൊന്നും ശരിയാവില്ല എന്ന് ഗംഗയും വിനീതും തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ വളരെ വിഷമത്തോടു കൂടി അപ്പോൾ ആ കൊണ്ടുവന്ന തട്ടിലെ ഫ്രൂട്ട്സ് തിരിച്ചു കൊണ്ടുപോകാൻ പറയുമ്പോൾ അതിവിടെ ഇരുന്നോട്ടെ, എന്തായാലും ഇവിടുത്തെ കുട്ടീനെ കാണാൻ വന്നുള്ള രീതിയിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് പോവുകയാണ്. അപ്പോൾ അത് ചെന്നിട്ട് നരനോട് പറയുന്നുണ്ട്, അവരിതിന് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ നരന് ദേഷ്യം വരുന്നുണ്ട്. കാവേരി സമ്മതിച്ചിട്ടാണല്ലോ, പൈസ വരെയും കൊടുത്തിട്ടാണല്ലോ. അപ്പം നരന് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ശാരദയൊക്കെ പറയുകയാണ്, പിന്നെ അവരങ്ങോട്ട് വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ തന്നെ അവർ വലിയ ആൾക്കാരല്ലേ, നമ്മുടെ കുട്ടീനെ അങ്ങോട്ട് കൊടുക്കുമെന്ന് അവർ വിചാരിച്ചത്. പിന്നെ അവൻ്റെ സ്വഭാവത്തിന് ആര് കൊടുക്കണം, അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ജാതി മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയാത്തൊരു വർഗ്ഗമാണ് അത്, അതിൻ്റെ ഒരു എൻ്റെ മോളെ കൊടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ഭാഗം അടുത്ത റിവ്യൂവിൽ പറയാട്ടെ. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.